ഹിജാബ് വിവാദത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പ്രതികരണമാണ് കേട്ടത്. ശ്രീ ഷോൺ, താങ്കൾ ഇത് പൂർണ്ണമായും കേട്ടിരുന്നോ എന്നറിയില്ല. എന്തായാലും പെൺകുട്ടിയുടെ പിതാവിനേക്കാൾ കൂടുതലായി സംസാരിച്ചത് അഭിഭാഷകൻ ആണ്. അമീൻ ഹസൻ എന്നാണ് അദ്ദേഹം പേര് പറഞ്ഞതായി കേൾക്കാൻ സാധിക്കുന്നത്. ഈ ഹിജാബുമായി ബന്ധപ്പെട്ട നിയമപരമായ വശത്തെക്കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞും കേൾക്കുന്നില്ല. ഇത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് കേൾക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും പറയട്ടെ, പച്ചക്കള്ളങ്ങൾ, പ്രത്യേകിച്ച് ആ കുട്ടി അവിടെ വന്ന് ആ കുട്ടിയെ പുറത്തു നിർത്തി എന്ന് പറയുന്നത് ഒന്നാമത്തെ കള്ളം. രണ്ട്, അല്ല, അത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് എന്ന് മാത്രമാണ് പറഞ്ഞതും തിരുത്തുന്നുണ്ട്. ആ കുട്ടിയെ അവിടെ സ്കൂളിൽ കയറ്റില്ല എന്ന് പറഞ്ഞ രണ്ടാമത്തെ കള്ളം. മൂന്ന്, ആ കുട്ടിയെ അവിടെ വന്നതിന് ഈ ഹിജാബിന്റെ പേരിൽ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയപ്പോൾ അവിടെ എത്തിയ SDPക്കാർ അവിടെ പ്രതിസന്ധി സൃഷ്ടിച്ചില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ അവിടെ യാതൊരു വിഷയം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നതും സ്കൂൾ അടച്ചിടാൻ കാരണമായ SDPI പ്രവർത്തകർ അവിടെ ഉണ്ടാക്കിയ സംഘർഷാവസ്ഥയെക്കുറിച്ച് അവർ ബോധപൂർവം മിണ്ടാതിരിക്കുന്നു. ഇവരിപ്പോ ശ്രമിക്കുന്നത് ഒരു പാവം കുട്ടിയുടെ മാനസിക നില, വലിയ മാനസിക വിഷമം ആ കുട്ടിക്കുണ്ടായി. ആ കുട്ടിക്ക് ഒരു മാനസിക വിഷമം ഉണ്ടാകില്ല. ഇപ്പൊ രാവിലെ 10:30 മണി സമയമാണ്. ഇപ്പൊ ആ ബാഗ് എടുത്ത് ആ കുട്ടിയെ കൊണ്ട് ആ സ്കൂളിൽ വിട്ടാൽ ആ സ്കൂളിൽ ഒരു കുഴപ്പമില്ലാതെ ആ കുട്ടി പഠിക്കും. ആ സിസ്റ്ററിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സില പൊന്നുപോലെ ആ കുട്ടിയെ ഞങ്ങൾ നോക്കും. നിങ്ങളൊരു കാര്യം അറിയുക, ഞാൻ വളരെ വിശദമായി സംസാരിച്ചു. ഈ ജൂൺ മാസത്തിൽ ഈ കുട്ടി അഡ്മിഷൻ എടുക്കും. കുട്ടി അക്കാഡമിക്കലി കുറച്ച് മോശമായിരുന്നു. ആ കുട്ടി ആ ടെസ്റ്റ് പാസ്സായിരുന്നില്ല, അവരുടെ എൻട്രൻസ് ടെസ്റ്റ് പാസ്സായിരുന്നില്ല. എന്നിട്ട് പോലും ആ കുട്ടി ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ 4 മാസം കൊണ്ട് ആ കുട്ടി അക്കാഡമിക്കലി വളരെ മുമ്പിൽ വന്നു. ആ കുട്ടിക്ക് സ്പെഷ്യൽ കെയർ കൊടുത്തുകൊണ്ട് ഈ 4 മാസം ഇല്ലാതിരുന്ന എന്ത് സമുദായ ബോധമാണ് ഇവർക്ക് പ്രത്യേകമായി പ്രതിസന്ധി സൃഷ്ടിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ ഈ 4ാമത്തെ മാസം ആ കുട്ടിയെ കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇത് ധരിപ്പിച്ചു കൊണ്ടുവരുന്നത്? അവിടെ ഇല്ലാത്ത 117 കുട്ടികൾക്ക് ഇല്ലാത്ത എന്ത് സ്വാതന്ത്ര്യമാണ് ഈ കുട്ടിക്ക് മാത്രമായി അവിടെ ഉണ്ടാകേണ്ടത്? അവിടെ പ്രോസ്പെക്ടസിൽ ഈ കുട്ടി അഡ്മിഷൻ മേടിക്കുമ്പോൾ കൃത്യമായി ഈ സ്കൂളിന്റെ യൂണിഫോം ഇതാണ് എന്ന് ആ പ്രോസ്പെക്ടസിൽ കൃത്യമായി പറയുകയും അത് അംഗീകരിച്ചുകൊണ്ട് സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്ത ഈ പിതാവ് പിന്നെ എന്തിന് ഈ വിഷയം ഉണ്ടാക്കുന്നു? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവർക്ക് പർപ്പസ്ഫുള്ളി അവിടെ ഇഷ്യൂ ഉണ്ടാക്കി. ഇത് സ്റ്റേറ്റ് വൈഡ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളൂ, ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളുടെ ആരംഭമാണ്. അത് എത്ര പറഞ്ഞാലും പലർക്കും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളുടെ ആരംഭമാണ്. ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയാണ്. അത് കേരളത്തിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളെ കൂടെ ഈ രാജ്യത്തിനെതിരാക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഇവർ നടത്തുന്ന രാജ്യവിരുദ്ധ ശക്തികൾ നടത്തുന്ന അജണ്ടയാണ്. അതിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂട്ടുനിൽക്കുന്നു. ഇന്നും വിദ്യാഭ്യാസ മന്ത്രി വളരെ ഷാർപ്പായി കുറ്റപ്പെടുത്തുന്നത് മാനേജ്മെന്റിനെ തന്നെയാണ്. അതായത് ഈ കുട്ടിക്ക് മാനസികമായ പ്രശ്നം ഉണ്ടാക്കി, അതിന് ഉത്തരവാദികൾ മറുപടി പറയണം എന്നുള്ളതാണ്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മാനേജ്മെന്റിനെ മാത്രമാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയും ഉദ്ദേശിക്കുന്നുള്ളൂ. ആ കുടുംബത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. ആ കുടുംബത്തിന് താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ആ സ്കൂളിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയവരെ കുറിച്ച് ഒന്നും മന്ത്രി പരാമർശിച്ച് കേൾക്കുന്നുമില്ല. അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയ SDPI കുറിച്ച് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ അവിടെ എത്തിയ ഹൈബി ഈഡനോ ഈ നിമിഷം വരെ ഒരു പ്രാവശ്യമെങ്കിലും SDPI എന്നുള്ളൊരു നാമം ഉച്ചരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇവരുടെ അജണ്ട. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, ഈ സ്കൂളില് ഇത്രയേറെ ഇഷ്യൂസ് ഉണ്ടായിട്ടും അവരെ ഒരുമിച്ചിരുത്തി പരിഹരിക്കാനല്ല, തുടക്കം മുതൽ ഈ മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിച്ചത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ CPM നേതാവ് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ടെ, ശബരിമല വിഷയത്തിൽ ഇന്ന് അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നു. നേരിട്ട് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് ഇൻവോൾവ്മെന്റ് ഉള്ളെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിനെ ഇന്ന് ഡീവേറ്റ് ചെയ്ത് കേരളത്തിനുള്ളിൽ ഒരു സാമുദായിക ധ്രുവീകരണവും അതുവഴി ശബരിമല വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കലുമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം. അതാണ് അദ്ദേഹം രാവിലെ നിർവഹിച്ചത്. റൈറ്റ്. ശ്രീ അനിൽകുമാർ, CPM നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, ഇവിടെ ഷോൺ ആരോപിക്കുന്നത് പോലെയുള്ള ഒരു ദൗത്യമാണോ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, നമ്മളിപ്പോ ഓരോരുത്തരും ഇങ്ങനെ പട്ടത്തരം പറയാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യുന്നത്? ശബരിമലയിലെ വിഷയത്തിനകത്ത് ദേവസ്വം മന്ത്രിക്ക് നേരിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ഒരു BJPയുടെ നേതാവ് പറയുകയാണ്. നിങ്ങൾ എന്നിട്ട് ആ ചോദ്യം എന്നോട് ചോദിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്?
അപ്പൊ BJPയെ സംബന്ധിച്ച് ശബരിമല സുവർണാവസരമാണ്. അത് നന്നാവരുമെന്ന് ആഗ്രഹമുള്ളവരാണ്. അങ്ങോട്ട് തീവണ്ടിപ്പാത തരികയില്ല, അതിനെ വികസിപ്പിക്കാൻ സമ്മതിക്കത്തില്ല, അതിനെ തകർക്കാനാണ് BJP നോക്കുന്നത്. അവരവരുടെ ശ്രമം നടക്കട്ടെ. കേരള സർക്കാർ ആ ക്ഷേത്രം മാത്രമല്ല ഇവിടുത്തെ വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. അതാണ് അതിന്റെ മറുപടി. യെസ്. ഒപ്പം ഈ വിഷയം ഉണ്ടാകുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും തുടക്കം മുതൽ മാനേജ്മെന്റിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അവിടെ ഈ സ്കൂൾ അടച്ചിട്ടൊരു പശ്ചാത്തലമുണ്ടായത് അവിടെ ചില പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അവിടെ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ മാത്രമല്ല ആ സമയത്ത് എത്തിയത്, കൂടുതൽ ആളുകൾ അവിടെ എത്തുകയും മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്കൂൾ അടച്ചിടേണ്ടി വന്നത് എന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഈ ഇരു വിഭാഗങ്ങളെ ഇരുത്തി ഈ വിഷയം ചർച്ച ചെയ്യുക എന്നതുപോലെയുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിച്ചില്ല എന്ന് വിമർശനമുണ്ട്. അല്ല, ഇത് ഇരുവിഭാഗങ്ങളും ഇക്കാര്യത്തിൽ ഇല്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും വിഷയം എവിടെങ്കിലും ഉണ്ടാക്കി അത് വിഷയമാക്കി തീർക്കാൻ ശ്രമിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു അഭിഭാഷകയാണ് ഇക്കാര്യത്തിൽ കാര്യങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. കോൺഗ്രസിന് വേണ്ടി പലപ്പോഴും ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്, വനിതാ നേതാവാണ്. അവരാണ് ഇപ്രകാരം സ്കൂളിന്റെ ഭാഗത്ത് അഭിഭാഷക നിലയ്ക്ക് ഈ വിഷയങ്ങളെ ഊതിവീർപ്പിക്കാനും ഇതൊരു മതസ്പർദ്ധയിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ വർഗീയവൽക്കരണം നടത്താനുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങൾക്ക് അവർ ശക്തി പകരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് രാവിലെയും പ്രിൻസിപ്പൽ ഹെലീന ആൽബി ആണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അവർ ഷാർപ്പായി തന്നെ പറയുന്നുണ്ട് ആ കുട്ടിക്ക് ഏത് നിമിഷവും സ്കൂളിലേക്ക് തിരികെ എത്താം. ആദ്യ ദിവസം ആ കുട്ടിയെ എങ്ങനെയാണോ സ്വീകരിച്ചത് അതേ സ്നേഹവായ്പോടു കൂടി തന്നെ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകും. സ്കൂളിലെ നിയമങ്ങൾ പാലിക്കണമെന്ന് ഹെലീന ആൽബി പറയുന്നു. ഇപ്പോൾ താങ്കൾ ഈ പറയുന്നത് പോലെ പല രാഷ്ട്രീയമുള്ളവർ പല സ്ഥാപനങ്ങളുടെ ലീഗൽ അഡ്വൈസർമാരായിരിക്കും, അത് അവരുടെ പ്രൊഫഷനാണല്ലോ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി തീരുമാനിച്ചാൽ അതിനനുസൃതമായി തുള്ളുന്ന മാനേജ്മെന്റും സഭയും ഒക്കെയാണോ കേരളത്തിലുള്ളത്? അല്ലല്ല, ഞാനിപ്പോ ഒരു സഭയിലൊക്കെ ഇടപെട്ടതായിട്ട് ഞങ്ങൾ ആരും കണ്ടില്ല. മാനേജ്മെന്റ് ഇടപെട്ടതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി. താങ്കൾ ദീപിക ദിനപത്രത്തിന്റെ മുഖപ്രസംഗം ശ്രദ്ധിച്ചിരുന്നോ? അല്ലല്ല, ഞാൻ പറയുന്നത് ഞങ്ങൾ ഇക്കാര്യത്തിൽ ആരെങ്കിലും ഇടപെട്ടതായിട്ട് കണ്ടില്ല ആ സ്കൂളിലെ വിഷയത്തിനകത്ത്. ഞങ്ങളുടെ ചാനൽ ചർച്ചയിലടക്കം സഭാപ്രതിനിധികൾ പങ്കെടുക്കുകയും അവർ കൃത്യമായ നിലപാട് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. താങ്കൾ ശ്രദ്ധിച്ചു കാണില്ലായിരിക്കാം, അത് സ്വാഭാവികം. അല്ലല്ല, ഞങ്ങൾ പറയുന്നൊരു കാര്യം, ഇത് സഭയുമായി ബന്ധപ്പെട്ട പ്രശ്നമോ വിശ്വാസത്തിന്റെ പ്രശ്നമല്ല. ഒന്ന്, മാധ്യമങ്ങളിലൂടെയല്ല ഹെഡ് മിനിസ്റ്റർ സംസാരിക്കേണ്ടത്. അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കുട്ടികൾ അവിടെ ആദ്യം വന്ന പോലെ വീണ്ടും പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്ത് പറ്റി? ഇപ്പൊ അവര് വരുന്നില്ല. വരാത്തതിന്റെ കാരണം ഒറ്റ സംശയം അനിൽകുമാർ, താങ്കളിപ്പോൾ പറയുന്നത് മാധ്യമങ്ങളിലൂടെയല്ല സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. ഞാനത് ആദ്യം ചോദിച്ചു. ഇത് രണ്ട് വിഭാഗത്തെയും ഇരുത്തി അല്ല പറഞ്ഞോളൂ. എന്റെ മറുപടി പറയാനാണ് എന്നെ വിളിച്ചേ. ശരി, താങ്കൾ പറയൂ. അതെ, അങ്ങനെയാണെങ്കിൽ അവര് പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ മറുപടി പറയുന്നത്. അവരിക്കാര്യത്തിൽ ബോധ്യപ്പെടുത്തേണ്ടത് ആ മാതാപിതാക്കളെയും ആ കുട്ടിയെയുമാണ്. ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് കുട്ടിയുടെ ബോധ്യമാണ് പ്രധാനം. അതുകൊണ്ട് സർക്കാരിന് ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ. ഒന്ന്, വിദ്യാലയങ്ങൾക്ക് യൂണിഫോം ആകാം, അതിന്റെ അന്തരീക്ഷം തീരുമാനിക്കപ്പെടണം, അതനുസരിച്ച് വിദ്യാലയത്തിൽ അച്ചടക്കപൂർണമായ അന്തരീക്ഷം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒന്നാം സ്ഥാനമാണുള്ളത്. രണ്ട്, വിദ്യാലയങ്ങൾ മതശക്തികളുടെ പരസ്പര മത്സര കേന്ദ്രങ്ങളാകാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, ഓരോരുത്തരും അവരുടെ മതാടിസ്ഥാനത്തിലുള്ള എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നടപ്പാക്കണമെന്ന് വാശി പിടിക്കുന്നത് തെറ്റായ കാര്യമാണ്. നാലാമത്തെ കാര്യം, ഏതെങ്കിലും പ്രത്യേകമായ തരത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഒഴിവാക്കാൻ വയ്യാത്ത മതപരമായ ചിഹ്നങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ ആ സ്കൂളിൽ ക്രമീകരണം ഉണ്ടാക്കാൻ മാനേജ്മെന്റ് ശ്രമിക്കണം. ഇത് സമൂഹത്തിനകത്ത് സ്പർദ്ധയുണ്ടാക്കാൻ ഒരു ശക്തിക്കും വളം വെച്ച് കൊടുക്കാൻ ഇടയാകരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് വിദ്യാഭ്യാസ വകുപ്പ് പൊതുവായ നിലപാടാണ് എടുക്കുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുന്നതിന് എങ്ങനെയാണോ എല്ലാവരും യോജിപ്പിക്കേണ്ടത്. ശരി, എങ്കിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഈ മതപരമായ ഒരു സ്പർദ്ധ സൃഷ്ടിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കരുത് എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞാൻ നേരത്തെ ആ ചോദ്യം ചോദിച്ചത്. അതായത് ഈ രണ്ട് വിഭാഗങ്ങളെയും ഇരുത്തി ചർച്ച ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ലഭിച്ചിരുന്നുവെങ്കിൽ ഇത് കുറച്ചുകൂടി രമ്യമായി പരിഹരിക്കപ്പെടുമായിരുന്നല്ലോ. താങ്കൾ തന്നെ സൂചിപ്പിച്ചു പ്രിൻസിപ്പൽ മാധ്യമങ്ങളോടല്ല സംസാരിക്കേണ്ടത്, അവരുടെ കുടുംബാംഗങ്ങളോടാണോ എന്ന്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർ പലപ്പോഴായി കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ ഒരു മീഡിയേറ്റർ എന്ന സംവിധാനത്തിൽ നിന്നുകൊണ്ട് സർക്കാർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള വാദപ്രതിവാദങ്ങൾക്ക് ഇടം ഇല്ലാതാകുമായിരുന്നല്ലോ എന്നതാണ് എൻ്റെ സംശയം. അല്ല, അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടുന്നതിന് സഹായകരമല്ലാത്ത സാഹചര്യമാണ്
പ്രതിപക്ഷ നേതാവിന്റെ കൂടെ ജോലി ചെയ്യുന്ന അഭിഭാഷകർ സൃഷ്ടിച്ചു എന്നുള്ള വിവരമെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് താങ്കൾ ഇപ്പോഴും ഈ പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷക എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? അവരെ നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ, അവർക്ക് അതെ, അവർക്ക് രാഷ്ട്രീയമുണ്ട് എന്നതുകൊണ്ട് അവർക്ക് തൊഴിൽ ചെയ്യാൻ പാടില്ല. അതെ, അവരവരുടെ തൊഴിൽ ചെയ്യാണല്ലോ. കോൺഗ്രസിന് അവരുടെ തൊഴിൽ ചെയ്യട്ടെ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി വെള്ളം കലക്കുകയാണ്. അവര് കലക്കാനുള്ള കലക്കട്ടെ. ഇതൊക്കെ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ കളങ്കപ്പെടുത്താൻ. അതെങ്ങനെയാണ് ശ്രീ അനിൽകുമാർ? അതായത് ഇതേ പെൺകുട്ടിയുടെ രക്ഷിതാവ് തന്നെ ന്യൂസ് 18 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. ഇത് ചർച്ച ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു സാമൂഹികമായ അല്ലെങ്കിൽ ഒരു മതപരമായ സ്പർദ്ധയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ മകളെ സ്കൂളിന്റെ നിയമപ്രകാരം വിടാൻ ഒരുക്കമാണ് എന്ന് പറയുന്നു. അവിടെ ഹൈബീഡിനെ പോലെയുള്ള ആളുകൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊരു ആളിക്കത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിൽ അങ്ങനെ ഒരു നീക്കം എന്തിനായിരുന്നു അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്? അല്ല, നിങ്ങളിപ്പോ തന്നെ ഇവിടെ ഒരു വർത്തമാനം കേട്ടപ്പോൾ ഞാൻ കേട്ടത് ആ വൈദികൻ തന്നെ പറഞ്ഞത് അങ്ങനത്തെ ചർച്ച ഹൈബീഡൻ അവിടെ നടത്തിയിട്ടില്ലെന്നാ. നടത്തിയെന്ന് കള്ളം പറഞ്ഞിട്ടാണ് ഒരു വൈദികൻ പറയുന്നത് ഞാൻ കേട്ടത്. ഹൈബീഡൻ ഇടപെട്ടതായും അത്തരമൊരു ചർച്ച നടത്തിയതായും പറയുന്ന കള്ളമാണ്. അങ്ങോട്ട് ചർച്ച നടന്നിട്ടില്ല. പ്രതികരണം ഞങ്ങളുടെ ലൈബ്രറിയിൽ ഇപ്പോഴും ഉണ്ട്. അല്ലല്ല, ആരുടെ പ്രതികരണമുള്ളത്? ഈ പെൺകുട്ടിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് വന്ന് പറയുന്നു. അതെ, സമ്മതിച്ചു. പക്ഷെ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ലെന്നാണല്ലോ മറ്റേ മാനേജ്മെന്റ് പദ്ധതികൾ പറയുന്നത്. അതെ, മാനേജ്മെന്റുമായല്ല ചർച്ച നടത്തിയത്. ആ പെൺകുട്ടിയുടെ അച്ഛനുമായി സംസാരിക്കുകയും അച്ഛനെ ഇതിന്റെ ഒരു പ്രശ്നം ബോധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പ്രശ്നം തീർന്നല്ലോ. പിന്നെ ഇപ്പൊ ആരും ഉന്നയിക്കേണ്ട കാര്യമില്ല, തീർന്നല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ പ്രശ്നം തീർന്നിടത്താണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വകുപ്പിന്റെ ഉത്തരവ് വരുന്നത് കുട്ടിയെ ഹിജാബ് ധരിച്ചുകൊണ്ട് പഠിപ്പിക്കണമെന്ന്. ആ ഘട്ടത്തിലാണ് പെൺകുട്ടിയുടെ രക്ഷിതാവ് നിലപാട് മാറ്റിയത്. പറയട്ടെ ഒന്ന്, ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായ ഉത്തരവും കേരള സർക്കാർ ഇറക്കില്ല. 2, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് സംരക്ഷണം കൊടുക്കണം മതന്യൂനപക്ഷങ്ങളുടെ വിദ്യാലയങ്ങളിലും. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ ഉണ്ടെന്ന് പറയുന്ന എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പരിഹരിക്കാൻ എല്ലാവരും മുൻകൈ എടുക്കുകയാണ് വേണ്ടത്. വാളെടുത്തവരെല്ലാം അവിടെയാണ് ശ്രീ അനിൽകുമാർ ഇതിന്റെ വ്യത്യാസം. താങ്കൾ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ഇത് പരിഹരിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അതിന് പകരം വിദ്യാഭ്യാസ വകുപ്പ് ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് പഠിപ്പിക്കണം എന്ന് വാശി പിടിച്ചപ്പോഴാണ് മാനേജ്മെന്റിനും അതിൽ പ്രതികരിക്കേണ്ടി വന്നത്. വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് നിയമപ്രകാരമല്ലാതെ ഒരു ഉത്തരവ് ഇറക്കാറില്ല. ഇറക്കിയ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നില്ല. നോക്കട്ടെ, ഉത്തരവ് നോക്കുക, പരിശോധിക്കുക. ഉത്തരവ് നേരത്തെ വളരെ കൃത്യമായി സ്കൂളിന് ലഭിച്ച മെയിൽ എന്ത് എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ അടക്കം വായിച്ച് കേൾപ്പിച്ചതാണ്. അത് നിയമപരമല്ലെങ്കിൽ അവർക്കും അധികാരം ഉണ്ടല്ലോ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ സ്കൂൾ മാനേജ്മെന്റ് ഇന്നും പ്രിൻസിപ്പൽ പറഞ്ഞത്. എന്താണ് നിയമപരമായി പരിഹരിക്കപ്പെടട്ടെ. നിയമപരമായി പരിഹരിക്കുക എന്ന തീരുമാനത്തിലേക്ക് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിനെ പിന്തുണയ്ക്കുകയാണ് സർക്കാർ. നിയമമാണ് നടപ്പാക്കേണ്ടത്. ശരി, അതായത് അപ്പോൾ മാനേജ്മെന്റിന് നിയമപരമായി ഈ ഹിജാബ് വിഷയത്തിൽ പിന്തുണ ലഭിച്ചാൽ, അതായത് ഹിജാബ് നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ സർക്കാർ അതിനെ പിന്തുണയ്ക്കും. ഒരു രാജ്യത്തിനകത്ത് ഒരു സർക്കാർ പ്രവർത്തിക്കുമ്പോൾ പ്രാഥമികമായി നിയമവ്യവസ്ഥയ്ക്കാണ് പ്രാധാന്യം. ശരി. എന്നാൽ ആ നിയമവ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും മനുഷ്യരെ ചേർത്ത് നിർത്തണം. വികാരങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നോക്കണം. പൊതുസ്ഥാപനങ്ങളായി തുടരാൻ ശ്രമിക്കണം. ന്യൂനപക്ഷ സ്ഥാപനങ്ങളും ഭൂരിപക്ഷ സ്ഥാപനങ്ങളും എല്ലാം പൊതുസ്ഥാപനങ്ങളായി തുടരാൻ ശ്രദ്ധിക്കണം. സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്ന, സർക്കാരിൽ നിന്ന് പണം വാങ്ങി പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതിന്റെ മാനേജ്മെന്റുകളാണെങ്കിലും മറ്റാളുകളാണെങ്കിലും വിഷയം വലുതാക്കാതിരിക്കാനുള്ള വിവേകം കാണിക്കണം. തീർച്ചയായും കാണിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുക. പക്ഷേ താങ്കൾക്കും ഈ 2018 കോടതി വിധി ബോധ്യമുള്ളതാകുമല്ലോ. യെസ്, അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഇല്ല. നവമി, ഇതാണിപ്പോൾ നേരത്തെ അനിൽകുമാറുമായി സംസാരിക്കുമ്പോൾ നിയമപരമായി സംരക്ഷണം ഈ സ്കൂളിന് ലഭിക്കുന്നുവെങ്കിൽ അതിനോട് പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോഴത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഈ ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്തി മറ്റ് വകുപ്പുകളും നിയമങ്ങളും ഒക്കെ നിർമ്മാണം നടത്തിക്കൊണ്ട് തിരുത്തിപ്പോകണം. ഇപ്പോൾ കോടതി വിധി എന്താണോ അതനുസരിച്ച് തന്നെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക. അത് പ്രകാരം 2018 ഹൈക്കോടതിയുടെ വിധിയുണ്ട്. അതിൽ ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖാണ് വിധി പ്രസ്താവിച്ചത്. മൗലികമായ ഒരാളുടെ സ്വാതന്ത്ര്യം പോലെ തന്നെ സ്ഥാപനങ്ങൾക്കും അത് നടത്തുന്നവർക്കും അവകാശങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ആ കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് പ്രകാരം സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് തീരുമാനിക്കാം യൂണിഫോം എന്താകണം എന്നുള്ളതാണ്
ഇതുവരെ നിയമവിദഗ്ധരിൽ നിന്ന് ഉൾപ്പെടെ മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെയാണ് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഉത്തരവ് പോലെ പുറത്തിറങ്ങുന്നത്. അത് അന്ന് മാനേജ്മെൻറ്റ് വായിച്ച് തന്നെ കേൾപ്പിച്ചതാണ്. ഹിജാബ് ധരിപ്പിച്ചുകൊണ്ട് കുട്ടിയെ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതൊരു ശാസനയുടെയോ അല്ലെങ്കിൽ നിർദ്ദേശത്തിൻ്റെയോ സ്വഭാവം തന്നെയാണ്. അങ്ങനെ ശ്രമിക്കണമെന്നോ പരിഹരിക്കണമെന്നോ അല്ല ആ ഉത്തരവിലുള്ളത്. അപ്പോഴാണ് മാനേജ്മെൻറ്റ് അത് അത്തരം ഭീഷണികൾ വേണ്ട എന്ന മട്ടിലേക്ക് പോയത്. അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഉള്ള ഒരു സാഹചര്യത്തിലല്ലേ ഇപ്പോൾ ഈ കുട്ടിയെ അവിടെ നിന്ന് രക്ഷിതാക്കൾക്ക് മാറ്റേണ്ടതായി വരുന്നത്. നേരത്തെ കുട്ടിയുടെ അഭിഭാഷകനടക്കം പറയുന്നത് കുട്ടിക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ്. 4 തവണ സ്കൂൾ മാറ്റിയതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു. അത് തെറ്റായ ആരോപണമാണ് എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ മാറ്റിയിരുന്നോ എന്നതിലും അവർ വ്യക്തത വരുത്തിയില്ലല്ലോ. അത് തന്നെയാണ് അഭിലാഷ്. ഈ PTA പ്രസിഡന്റ് അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞത്, തുടക്കം അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് മുൻപ് 4 തവണ കുട്ടിയെ സ്കൂൾ മാറ്റിയതാണ്. ഇവിടെയും ആ രീതിയിൽ മറ്റൊരു സ്കൂളിൽ നിന്നും TC വാങ്ങി തന്നെയാണ് ഇവിടെ എത്തിച്ചത്. അവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി PTA പ്രസിഡന്റ് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും അതിലൊരു വിശദീകരണം കുട്ടിയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അഭിഭാഷകനോ ഒന്നും വിശദീകരിക്കാൻ തയ്യാറായിട്ടുമില്ല. ഇതിപ്പോൾ ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ നിയമം അനുസരിച്ച്, അതായത് അഭിലാഷം നമ്മൾ തുടക്കം മുതൽ സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്, ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടതാണ്. മാനേജ്മെന്റ് അവരുടെ നിയമം കൃത്യമായി തന്നെ ഒരു കുട്ടി സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളെ ഇക്കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുന്നുണ്ട്. സ്കൂളിന്റെ നിയമങ്ങളെക്കുറിച്ച് ബോധിപ്പിച്ചിട്ടുണ്ട്. കുട്ടി സ്കൂളിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതെല്ലാം തന്നെ കൃത്യമായി അവരെ ബോധിപ്പിച്ച് അത് അവരുടെ ഡയറിയിൽ എഴുതി അല്ലെങ്കിൽ ഡയറി അവർക്ക് നൽകി അതിനു വേണ്ടിയിട്ടുള്ള ഒപ്പടക്കം അവരിൽ നിന്നും ശേഖരിച്ച് സമ്മതപത്രം അടക്കം ശേഖരിച്ചതിന് ശേഷമാണ് കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം മാത്രമാണ് സ്കൂളിലേക്ക് കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്നതെന്ന് തുടക്കം മുതൽ തന്നെ മാനേജ്മെന്റ് പറയുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ഇങ്ങനെ കഠിനമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ കുട്ടി ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് വരും എന്ന നിർബന്ധം പിടിക്കുന്നത് എന്തിനാണെന്ന ന്യായമായ ചോദ്യം തന്നെയാണ് മാനേജ്മെന്റ് തുടക്കം മുതൽ തന്നെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു ഭീകര അന്തരീക്ഷം വരെ സൃഷ്ടിക്കാൻ ആദ്യമായിട്ട് അത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് പോലും കുട്ടിയുടെ മാതാപിതാക്കളാണ്. കുട്ടിയുടെ പിതാവ് വന്നപ്പോൾ ചില പാർട്ടിയിലെ തന്നെ ആളുകളെ ഇവിടെ കൊണ്ടുവന്നത്. അതാണ് അത്തരത്തിലുള്ള വിമർശനമാണ്. നവമി, നമുക്ക് തിരികെ എത്താം. വരും വാർത്തകളിലും കൂടുതൽ പ്രതികരണങ്ങൾ കൂടുതൽ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകും. ഇപ്പോഴും CPIM ആരോപിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ അഡ്വക്കേറ്റാണ് ഇത്തരത്തിൽ വിഷയങ്ങൾ വഷളാക്കിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. ഈ വാർത്തയിലേക്ക് വളരെ വരും ബുള്ളറ്റിനുകളിലും ഇതിൻ്റെ തുടർച്ച നൽകാം. ഇപ്പോൾ സ്വർണം വെള്ളി നിരക്കുകൾ കൂടി